നമസ്കാരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും ആവേശകരമായ 3ാം ദിവസത്തിലെ വൈകുന്നേരത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മാത്രമല്ല വിനിഷ, ഒരു വലിയ സംഘം കുഞ്ഞുങ്ങൾ, പ്രതിഭകൾ, ഈ കലോത്സവത്തിലെ താരങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ തുടങ്ങുകയാണ് ഈ കലോത്സവത്തിലെ ഈ വൈകുന്നേരം, അല്ലേ? ആവേശം നമ്മളുടെ വാക്കുകളിൽ മാത്രം കൊട്ടിക്കയറിയാൽ പോരല്ലോ, അതിന്റെ ശബ്ദം വേണം, പെർഫോമൻസ് വേണം. ലൈവായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഒരു ടീം. പക്ഷെ ആ ടീമിന്റെ വിശേഷങ്ങളും അവരുടെ പെർഫോമൻസിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് നമുക്ക് പോയിന്റ് ഒന്ന് പറയണ്ടേ? തീർച്ചയായും. അതിനു മുൻപ് മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് കോൽക്കളി കാണണം. കോൽക്കളി വേദിയിലേക്ക് ഒന്ന് പോകണ്ടേ? തീർച്ചയായും. അപ്പൊ കോൽക്കളി പറഞ്ഞിട്ട് കോൽക്കളിയിലേക്ക് പോകുന്നതല്ലേ നല്ലത്? എങ്ങനെ പോയിന്റ് നില പറഞ്ഞിട്ട് കോൽക്കളിയിലേക്ക് പോകുന്നതല്ലേ? പോയിന്റ് നിലയെ കുറിച്ച് പറയാനാണെങ്കിൽ വിനിഷയ്ക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും കണ്ണൂരിന്റെ ആധിപത്യം തുടരുക തന്നെയാണ്. ഉറപ്പായിട്ടും 610 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് ആധിപത്യം ഉറപ്പിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഒരേ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശ്ശൂരുണ്ട്. 609 പോയിന്റുമായി തൃശ്ശൂരുണ്ട് തൊട്ടു പിന്നാലെ. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് ജില്ലയും ഒപ്പത്തിനൊപ്പം പിടിക്കുന്നു. വിനിഷയുടെ സ്വന്തം ജില്ല കോഴിക്കോട് 599. അതെ അതെ അതെ. തൊട്ടു താഴെ പാലക്കാട് 597 പോയിന്റ്, മലപ്പുറം 578 പോയിന്റ്. പോയിന്റ് നിലയിൽ 6ാം സ്ഥാനത്തേക്ക് കൊല്ലം തിരികെ കയറി വന്നിരിക്കുന്നു, 573 പോയിന്റ്. എന്നിങ്ങനെ ആദ്യ സ്ഥാനങ്ങൾ ഈ 6 ജില്ലകൾ കരസ്ഥമാക്കിയിരിക്കുന്ന കാഴ്ച 3ാം ദിവസമായിട്ടുള്ളൂ. കാണാം. കാരണം കോൽക്കളി മത്സരത്തിന്റെ ഫലം ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലബാർ ജില്ലക്കാർ. തീർച്ചയായും മത്സര ഫലം വരുമ്പോൾ പോയിന്റ് നില കൂട്ടുന്ന കോൽക്കളി കാണാനായോ? കോൽക്കളി കാണാനായോ? തീർച്ചയായും. അപ്പോൾ കോൽക്കളി കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. അങ്ങനെ കോൽക്കളി നടന്നു പുരോഗമിച്ചുകൊണ്ടിരുന്ന ടീമിന്റെ മത്സരം സമാപിച്ചിരിക്കുന്നു. കോൽക്കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ചടുലതയാണ്. ആ ചടുലതയുടെ വൈബ് നമ്മളുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വൈബിൽ നിന്ന് വിട്ടുപോകരുത്, നമുക്ക് മറ്റൊരു ചടുല പെർഫോമൻസ് കാണാം. പെർഫോമൻസ് കാണാനായോ? അതിനുള്ള സമയമായിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടണ്ടേ? ആദ്യം പേരെന്താ? എലിസബത്ത് ലീഡ് ചെയ്യുന്ന ബാൻഡ് മേളത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് ഇവിടെ തുടങ്ങുന്നത്. മലപ്പുറത്ത് നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരാർത്ഥികളാണ്. ഹയർ സെക്കൻഡറി ആണ്. സ്കൂളിന്റെ പേരൊന്നുകൂടെ പറഞ്ഞു. സെന്റ് ജമാസ് മലപ്പുറം. സെന്റ് ജമാസ് മലപ്പുറം. ഓക്കെ. ഇതിപ്പോ ഹയർ സെക്കൻഡറി അല്ലേ? ഹൈസ്കൂൾ തലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? ഹൈസ്കൂളിൽ ടീമുണ്ട്, ഞങ്ങൾക്ക് ഹൈസ്കൂൾ ടീമുണ്ട്, പക്ഷേ സ്റ്റേറ്റ് വരാൻ പറ്റിയില്ല. നിങ്ങളുടെ ടീം നേരത്തെ ഉണ്ട്. ഞങ്ങളുടെ ടീമിൽ കുറച്ച് പേര് ഹൈസ്കൂൾ മത്സരിച്ചിട്ട് ഹയർ സെക്കൻഡറി വന്നവരാണ്. ഹയർ സെക്കൻഡറി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ സ്കൂളുകളിൽ നിന്ന് വന്നിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് +1 ആണോ +2 ആണോ? +1 ഉണ്ട്, +2 ഉണ്ട്. യെസ്. +2കാരുടെ അവസാന കലോത്സവമാണ്. അതെ അതെ. അടിച്ചു പൊളിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവരുടെ പെർഫോമൻസ് നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ആ പെർഫോമൻസ് ഒരിക്കൽ കൂടി. ഓക്കെ.
യെസ്, യെസ്, അടിപൊളി. പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? അതെ. പെട്ടെന്ന് തീർന്നു പോയി അല്ലേ? പോർഷനാണ് ചെയ്തത്. എന്തോ ചെറിയൊരു പോർഷനാണ് ചെയ്തത്. ചെറിയൊരു പോർഷൻ സെന്ററിലേക്ക് വാ. ഓക്കെ, മോള് നടുക്കോട്ട് വരുമോ? ശരി. അപ്പോൾ എത്ര നാളത്തെ പ്രാക്ടീസ് ഉണ്ടാവും ഇത്രയും മാസ്മരികമായ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്? 3 മാസം. 3 മാസം കണ്ടിന്യൂസ് പ്രാക്ടീസ് 3 ചെയ്തു. മാസത്തെ കഠിന പ്രയത്നം. അതെ, 3 മാസം കൊണ്ടാണ് ഇത്ര ആക്കിയെടുത്തത്. ശരിക്കും വെക്കേഷൻ ടൈമിൽ തന്നെ തുടങ്ങുമല്ലോ പ്രാക്ടീസൊക്കെ. പക്ഷെ ഞങ്ങൾ 3 മാസം കൊണ്ട് സ്റ്റേറ്റ് വരെ എത്തി. എ ഗ്രേഡ് ഇപ്പോൾ വാങ്ങി. 3 മാസത്തെ പ്രാക്ടീസ്, ഞങ്ങൾ സ്റ്റേറ്റിലെത്തി, എ ഗ്രേഡ് വാങ്ങി, ഇതാ തിരികെ മലപ്പുറത്തേക്ക് പോകുന്നു. അത്ര സിമ്പിൾ. സിമ്പിൾ ആണ് കാര്യങ്ങൾ, സിമ്പിൾ അല്ല, ബട്ട് പവർഫുൾ. അങ്ങനെ. ഓക്കെ, അപ്പോൾ സ്കൂളിന്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് കൂടി ഒന്ന് പറയണ്ടേ? അപ്പോൾ പറഞ്ഞോ. സ്കൂളിൻ്റെ സപ്പോർട്ട് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് ഞങ്ങളൊപ്പം ഉണ്ടാവും. ഓരോ പ്രേയേഴ്സ് ആണെങ്കിലും പ്രേയേഴ്സും എല്ലാം സപ്പോർട്ടിന് പറഞ്ഞാൽ ഞങ്ങൾ ടീച്ചേഴ്സ് അത്ര അടിപൊളിയാണ്. എല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യായി വന്നൊക്കെ നോക്കി അടിപൊളി ടീച്ചേഴ്സാണ്. അതുകൊണ്ട് അതന്നെ ഞങ്ങളുടെ ടീമിൻ്റെ വിജയവും. ഞങ്ങളുടെ പ്രേക്ഷകരും ഒപ്പം ഞങ്ങളുടെ PCR ഇരിക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട് ഇത്ര പോരാ, മറ്റൊരു പീസ് കൂടി അവർക്ക് കേൾക്കണം എന്ന്. തയ്യാറാണോ? ഓക്കെ. ഓക്കെ. അടിപൊളി, ഗംഭീരം, അതിഗംഭീരമായ പെർഫോമൻസ്. നമ്മൾ ഒരിക്കൽ കൂടി അവരെ കൊണ്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടാണ് വീണ്ടും ഒന്ന് വായിക്കാൻ തയ്യാറായത് അല്ലേ? അപ്പോ താങ്ക് യു. ഒട്ടും മടിയില്ലാതെ അവർ ചെയ്തു തന്നു എന്നുള്ളത് തീർച്ചയായും തീർച്ചയായും താങ്ക് യു സോ മച്ച്. അപ്പോൾ മലപ്പുറത്തെ ഈ ടീമിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും. എ ഗ്രേഡ് സ്വന്തമാക്കിക്കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.